സാർ, ഞാൻ ടി ജനാർദ്ദനാണ്. തിരുവനന്തപുരത്തേക്ക് വരുന്ന ഗോവട്ടിയിൽ ഒരു ടെററിസ്റ്റ് കയറിയിട്ടുണ്ട്. ഉറപ്പാ, അത് അവൻ തന്നെയാ, ലബ്ബാസേട്ട്. പാലക്കാട് SP ലൈനിൽ കിട്ടണം. ശരി സാർ. ഹലോ, 1 മിനിറ്റ് സർ. SP അലക്സാണ്ടർ സാർ ലൈനിലുണ്ട്. ലബ്ബയോ? നിങ്ങളുടെ ടിക്ക് തോന്നിയതായിരിക്കും. ഇനിയാണെങ്കിൽ തന്നെ ഒറ്റപ്പാലത്തിനും വടക്കാഞ്ചേരിക്കും ഇടയിൽ ആ ട്രെയിനിന് സ്റ്റോപ്പില്ല. എന്ത് ആക്ഷൻ എടുക്കാനും ട്രെയിനിന് വടക്കാഞ്ചേരിയിലെത്തണം. വടക്കാഞ്ചേരി സ്റ്റേഷനിലേക്ക് അയക്കാൻ എന്റെ കയ്യിൽ ഫോഴ്സ് ഇല്ല. അവരൊക്കെ ഫുള്ളി RDX ലോഡഡ് ആയിരിക്കും. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ബോംബ് സ്ക്വാഡിനെ വിളിക്കണം. ബോംബ് സ്ക്വാഡിനെ വിളിക്കാനൊന്നും നേരമല്ല മിസ്റ്റർ SP. ആ കമ്പാർട്ട്മെന്റിൽ കുറച്ച് സ്കൂൾ കുട്ടികൾ കയറിയിട്ടുണ്ട്. അവന്റെ ടാർഗറ്റ് അവരാണ്. സേഫ്റ്റി അവാർഡ് കിട്ടിയ റെയിൽവേ ഡിവിഷൻ അല്ലേ? ഒരു ബോംബ് പൊട്ടട്ട ഡിവിഷണൽ മാനേജരെ. പൊട്ടില്ലടോ. ഞങ്ങൾക്ക് തന്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ ആ ബോംബ് റിമൂവ് ചെയ്യാൻ പറ്റും. ഈ സിറ്റുവേഷൻ മുൻകൂട്ടി കണ്ടിട്ട് ദൈവം അയച്ചു തന്ന രക്ഷകനുണ്ട് ഇപ്പൊ ഷൊർണൂർ സ്റ്റേഷനിൽ. താൻ കേട്ടിട്ടുണ്ടാവും, റെയിൽവേ ആന്റി ക്രിമിനൽ ടാസ്ക് ഫോഴ്സ്, റാക്ട്. അതിന്റെ ടീം ക്യാപ്റ്റൻ ഡോക്ടർ ഷറഫുദ്ദീൻ താരമസി IPS. उस्ताद, हमारा मिशन पूरा हो गया. നമ്മൾ ജയിച്ചു. हम लोग जीत गया. ട്രെയിൻ ഭാരതപ്പുഴയുടെ മേലെ പോകുമ്പോൾ എല്ലാം സത്ത് സാമ്പലായിടും. छोड़ो. Everything perfect, sir. Perfect. സദേൺ റെയിൽവേ ആന്റി ക്രിമിനൽ ടാസ്ക് ഫോഴ്സ്, ഓപ്പറേഷൻ ഓഫ് ദ നീല റിവർ. റാക്ട് അവിടെ 100 മേനി വിജയം ചെയ്തു. റാക്ടിന്റെ ചീഫ് ആരാണ്? ഡോക്ടർ ഷറഫുദ്ദീൻ താരമസി IPS, തമിഴ്നാട് കേഡർ 87 ബാച്ച്. മലയാളിയാണ്. ജനിച്ചതും വളർന്നതും ചെന്നൈയില്. ടീമിലുള്ള മറ്റുള്ളവർ? സോറി, റാക്ടിന്റെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്താൻ പാലക്കാട് ഡിവിഷണൽ മാനേജർക്ക് അധികാരമില്ല. ഈ പ്രസ് മീറ്റിൽ റെയിൽവേ SPയും വരേണ്ടതല്ലേ? ഇറ്റ്സ് മൈ പ്രസ് മീറ്റ്. ഡിവിഷണൽ മാനേജറും SP അലക്സാണ്ടറും തമ്മിൽ ശത്രുതയിലാണെന്ന് ഞങ്ങൾ എഴുതട്ടെ? നോ കമന്റ്സ്. 1.5 മാസം മുൻപ് നടന്ന സാറിന്റെ സിസ്റ്ററിന്റെ മരണം? നോ പ്ലീസ്, മീറ്റിംഗ് ഈസ് ഓവർ. ഡിവിഷണൽ മാനേജർ, പ്രസ് മീറ്റിംഗ് എന്നല്ല നീ ഇന്ന് അവിടെ കാഷ്ടിച്ചതിന്റെ പേര്. അലക്സാണ്ടർ ചെമ്പാടിനെതിരെയുള്ള മീഡിയ സിൻഡിക്കേറ്റ് മീറ്റിംഗ്. എനിക്കെതിരെ നീ ഒരു പോർക്കിൻ കൂട്ടത്തെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചു കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. എന്താ അതിന്റെ പേര്? കാറ്റെന്നോ റാറ്റെന്നോ? അവനൊക്കെ എന്ത് ചെമ്പുലി കൂട്ടുവാലും ശരി, ഈ ചമ്പാടന് പുല്ലാടാ. രോമം. ചെമ്പാടൻ പ്ലീസ്. ഉണ്ടരുത്. ഇനി എന്റെ ഒഴിവാ. ഞാൻ വിളിച്ചു പറയും, നീ കേൾക്കും. സെൻട്രൽ റെയിൽവേയുടെ നെഞ്ചത്തുകൂടെ പായുന്ന തീവണ്ടിക്ക് പാറാവ് നിൽക്കാനല്ല ചമ്പാടൻ ബോർഡ്സിൽ ചേർന്നത്. കണ്ട കാക്കയുടെയും തുർക്കിയുടെയും വെടികൊണ്ട് ചാവാനുമല്ല, 4 കാശുണ്ടാക്കാനാ. ചെമ്പാട, പാലക്കാട്ടെ ഓരോ മൈൽ കുറ്റിക്കും കാണും തന്നെ പറ്റി പറയാൻ 1000 കംപ്ലൈന്റുകൾ. റെയിൽവേ SPയുടെ സിംഗപ്പൂർ കടത്തലുകളോ ഭാര്യയുടെ പേരിലുള്ള റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ കണക്കുകളോ ഒന്നുമല്ല ഷറഫുദ്ദീൻ എന്നോട് ചോദിച്ചത്. ക്രൈം നമ്പർ SRC 1122, ട്രെയിൻ നമ്പർ 2013, സൗബർണിയ എക്സ്പ്രസ്. ചെമ്പാട, ആ ഫയലടക്കം നിന്റെ വിരലടയാളം പതിഞ്ഞ 7 കേസുകെട്ടുകൾ ഷറഫുദ്ദീൻ റീഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നു. അപ്പോ വിറക്കിയല്ല, താൻ നിന്ന് തുള്ളും. ചെമ്പാട, ജീവിച്ചിരിക്കുന്നത് തന്നെ എന്തിനെന്ന് നിനക്ക് തോന്നും. കാരണം നിനക്ക് പിന്നിലുള്ളത് ഷറഫുദ്ദീനാണ്. എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ഷറഫുദ്ദീൻ താരമസി.
സർ ലബ കാരണം നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ തെറ്റിയല്ലേ? നോ സുദർശൻ, റാറ്റിന് ലഭിച്ച എക്സ്ട്രാ റൺ അൺഎക്സ്പെക്ടഡ് ഗിഫ്റ്റ് ആണ് ലബ. സി, തമിഴ്നാടും കേരളവുമായി വ്യാപിച്ചു കിടക്കുന്ന 563 കിലോമീറ്റർ നീളമുള്ള പാലക്കാട് ഡിവിഷൻ. റെയിൽവേ പോലീസ് ചാർജ് ചെയ്ത ക്രിമിനൽ കേസുകളുടെ എണ്ണം 200. അതിൽ തെളിയിക്കപ്പെടാതെ കിടക്കുന്നത് 7. തെളിയിക്കപ്പെടാത്ത ആ കേസുകൾ റാറ്റ് ഏറ്റെടുക്കുന്നു. യു ആർ റൈറ്റ്. സോ ആദ്യത്തെ കേസ് ട്രെയിൻ നമ്പർ 2013 ചെന്നൈ മംഗലാപുരം സൗപർണിക എക്സ്പ്രസ്. ക്രൈം റിപ്പോർട്ട് ചെയ്തത് മധുക്കര റെയിൽവേ സ്റ്റേഷൻ അണ്ടർ പാലക്കാട് ഡിവിഷൻ. ഒരു കൊലപാതകം, 2 ആത്മഹത്യ, ഒരേ ട്രെയിൻ, ഒരേ കമ്പാർട്ട്മെന്റ്, 3 victims and all 3 of them ladies. സർ, തമിഴ്നാട് റെയിൽവേ മന്ത്രി മുരുകമാരൻ ഫ്ളാഗ് ഓഫ് ചെയ്താണ് ഈ പറയുന്ന സൗപർണിക എക്സ്പ്രസ്. സംഭവം നടന്ന ഫസ്റ്റ് AC കോച്ചടക്കം മൊത്തം 17 കോച്ച് ഉണ്ടായിരുന്നു. ഒരു ഫസ്റ്റ് ക്ലാസ് AC, 2 സെക്കൻഡ് ക്ലാസ് AC. ഇതിനെല്ലാറ്റിനും കൂടി ഒരു TT. പേര് മുത്തുരാജ് എന്ന തത്തമംഗലം മുത്തു. അതെ, ബ്ലാക്ക് ടിക്കറ്റ് റാക്കറ്റിന്റെ കണ്ണിയായതിനാൽ ഇപ്പൊ സസ്പെൻഷനില്ല. വേറെ സ്റ്റാഫ്? ഒരാളും കൂടിയുണ്ട് സർ. ഹൂ? സർ, AC ഏട്ടന്റെ സുന്ദരം കുതിരമൂളി, കൊല്ലങ്കോട് വില്ലേജ്, പാലക്കാട്. കുതിരമൂളിക്ക് 3 വർഷത്തെ സർവീസ് ഉണ്ട് സർ. ഈ കമ്പാർട്ട്മെന്റിൽ നടന്ന എല്ലാ സംഭവങ്ങൾക്കും മൂളി മൂകസാക്ഷി ആയിരുന്നിരിക്കണം സർ. എയർ കണ്ടീഷണർ മാത്രമല്ല, പാസഞ്ചേഴ്സിനെ അറ്റൻഡ് ചെയ്യുന്നവനാണ് അറ്റൻഡർ. സർ, ഇവനാണ് കുതിരമൂളി. ആരാ നിങ്ങൾ? നിങ്ങളല്ല, ഞങ്ങൾ സദേൺ റെയിൽവേ ആന്റി ക്രിമിനൽ ടാസ്ക് ഫോഴ്സ്. കോമ്രേഡ്സ്, സർ, ഇനി സുന്ദരനും ഉണ്ടാവണം നമ്മുടെ കൂടെ. സർ, സൗപർണിക എക്സ്പ്രസിനേറ്റ കളങ്കം നമുക്ക് കഴുകി കളയണ്ടേ സുന്ദര? വേണ്ടേ? വേണം സർ. ശരിക്കും പറഞ്ഞ ട്രെയിനിൽ അന്ന് എന്തൊക്കെ നടന്നു? എനിക്ക് വലുതായിട്ടൊന്നും അറിയില്ല സർ. ചെറുതായിട്ട് പറഞ്ഞാ മതി, ഞങ്ങളത് വലുതാക്കിക്കോളാം. അന്ന് കറുത്തവാവായിരുന്നു. കരിപ്പട്ട ദിവസം. ട്രെയിനിന്റെ കന്നിയാത്ര തന്നെ മുടിഞ്ഞുപോയി. സംഭവം നടന്ന 4551 നമ്പർ ഫസ്റ്റ് AC കോച്ചിലെ യാത്രക്കാരെ മറന്നിട്ടില്ലല്ലോ സുന്ദരൻ? ആരൊക്കെയായിരുന്നു? ചെന്നൈ മംഗലാപുരം സൗപർണിക എക്സ്പ്രസ്. എ കൂപ്പയിൽ പ്രശസ്ത നർത്തകി തുളസിമണിയായിരുന്നു സാർ. ബി കൂപ്പയിൽ സിനിമാ നടി പ്രിയ റോസ്, അച്ഛൻ രാമചന്ദ്രൻ, അമ്മ രാജമ്മ. ഡോക്ടർ അജയ് ഘോഷ്, ഡോക്ടർ രൂപേഷ് പൊതുവാൾ, ഡോക്ടർ ഗോവിന്ദ് രാഘവ്, ഡോക്ടർ മാതങ്കി വർമ്മ. ഇവരാണ് സി കൂപ്പയിലെ യാത്രക്കാർ. ഡി കൂപ്പയിൽ യാത്ര ചെയ്തവർ തമിഴ് നോവലിസ്റ്റ് സീതാരാമനും പാലക്കാട് റെയിൽവേ SP അലക്സാണ്ടർ ചെമ്പാടനും. ഈ കൂപ്പയിൽ മാധവൻ മാസ്റ്റർ, ഭാര്യ അംബിക മാധവൻ, മകൻ ബാലചന്ദ്രൻ. പിന്നെ NDTV റിപ്പോർട്ടർ ശ്രേയ മരിയ. നീ എന്നെ കൈവിടരുത് പ്ലീസ്. ഞാൻ ഊണും ഉറക്കം ഇല്ലാതെ ടിക്കറ്റുകൾ വിറ്റുണ്ടാക്കിയ ശമ്പളവും കിമ്പളവും എല്ലാം നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെലവാക്കിയിട്ടുള്ളത്. എന്റെ കന്യാകുമാരി അമ്മച്ചാണ് സത്യം. നന്ദി വേണം, നന്ദി. ഇന്നലെ നീ എന്നെ ചതിച്ചിട്ട് കണ്ണി കണ്ടവന്മാരുടെ കൂടെ പോയി. ഈ രാത്രിയെങ്കിലും നീ എന്നെ ചതിക്കരുത്. ഈ രാത്രി നീ എന്റെ കൂടെ വേണം. ചതിക്കോ എന്റെ ജോക്കർ കൂട്ടാ? നിന്നെ വച്ച് ഞാൻ കാശുണ്ടാക്കും. നമസ്കാരം കപ്പിളി. ഒരു മിനിറ്റ്, കൈയൊക്കെ വിരിവിരാന്ന് വരുന്നു. ഒരു കളി കളിക്കാം. കളിയൊക്കെ പിന്നെ സാറിന്റെ ഡ്യൂട്ടി നോക്ക്. എനിക്ക് എന്റെ ഡ്യൂട്ടി നോക്കണം. പരിശുദ്ധമായ ചീട്ടുകളെ പുച്ഛിക്കുന്നു. നീ എന്ന് ഒരു കാലത്തും ഗതി പിടിക്കില്ലടാ. സീറ്റ് നമ്പർ 1 തുളസി മണി, സീറ്റ് നമ്പർ 2 മണി തുളസി. എന്നിട്ട് ഒന്നേ ഉള്ള തുളസി മണി, മണി തുളസി. ഇതെന്നെ മരമായോ? ഉള്ള ഒരു മണി മട്ടും ഇருக்கு. ഇതെപ്പടി?
മേ ഐ കം ഇൻ? സോറി, മൂക്കിന്റെ പാലം പോയി. തുളസി മണി തുളസി. ഇന്ത്യൻ റെയിൽവേ റൂൾസ് പ്രകാരം ഒരാൾക്ക് 2 പേരിൽ 2 ടിക്കറ്റ്. അത് തെറ്റാണ് ചെല്ലക്കിളി? തെറ്റാണെന്ന് എനിക്കറിയാം ടി മിസ്റ്റർ മുത്തുരാജ്. യെസ്. ആ തെറ്റ് കണ്ടില്ലെന്ന് വെക്കാനാ ഇത്. ഇന്ത്യൻ റെയിൽവേ റൂൾസ് പ്രകാരം ഇത് വാങ്ങുന്നത് തെറ്റാണ് ചെല്ലക്കിളി. നോക്കൂ. ഇപ്പൊ ശരിയായി. ഞാൻ വിചാരിച്ച ഒന്നേ ഉള്ളെന്ന്. ഒന്ന് കേക്കട്ടുമാ? ആടത്തരിയുമാ? ആമാ, ഞാൻ ഡാൻസർ. പറഞ്ഞു വരുമ്പോ നമ്മൾ 2 കളിക്കാരാ. മാഡം ഡാൻസ് കളി, ഞാൻ ചീട്ട് കളി. അതെ, രാത്രി എല്ലാരും ഉറങ്ങിട്ട് ഞാൻ വരാം. നമുക്ക് ഇവിടെ ഇരുന്ന് വെളുക്ക വേഷ കളിക്കാം. വേണ്ട, എനിക്ക് കുറച്ച് പ്രൈവസി വേണം. അതെ, പ്രൈവറ്റ് ആയിട്ടാണല്ലോ കളിക്കാനുള്ളത്. അതാണ് അതിന്റെ ഒരു ശരി. ഇയാള് പോണം. അപ്പൊ ചീട്ട് കളി കളിക്കുന്നില്ല. ഈ കുട്ടിക്ക് താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. സർ, എനിക്ക് സീറ്റ് ഒന്ന് മാറ്റി തരണം. അയ്യോ, ഉങ്ങളെ സീറ്റ് 6 താ വീക്കുപ്പ. അകത്ത് ഫിലിം സ്റ്റാർ പ്രിയ റോസ് ഉണ്ട്. ആടിപ്പാടി ജാലിയായിട്ട് പൊക്കൂടെ? എനിക്ക് ആ സീറ്റ് വേണ്ട സർ. അമ്മ, അത് വന്നേ സൗപർണിക എക്സ്പ്രസിൽ വേറെ 4 സീറ്റ് ഒന്നും ഇല്ലേ? എല്ലാമേ ഫുള്ള് താ. ഹജ്ജ് സീസൺ. പുടി പുടി പുടി. സർ, ഇവിടെ ഒരാളല്ലേ ഉള്ളൂ. ഞാൻ ഇവിടെ ഇരുന്നോളാം. അയ്യോ, അത് പറ്റില്ല. അതെന്താ? ഇന്ത്യൻ റെയിൽവേ റൂൾ ആണ് പറ്റില്ല എന്ന് പറഞ്ഞത്. ഞാനത് തെറ്റിക്കില്ല. കുട്ടി ചെല്ലു, ഞാൻ ചീട്ടുമായിട്ട് വരാം. അല്ല, ചാർട്ടുമായിട്ട് വരാം. വിരോധമില്ലെങ്കിൽ ഒരു ഗെയിം കൂടി കളിക്ക്. താല്പര്യമില്ല. നീ എന്തിനാടാ ഇളിച്ചുകൊണ്ടിരിക്കുന്നത്? പോടാ, പോയി ഡ്യൂട്ടി ചെയ്. മോളുടെ കിടക്കേതാ? 6. ഇരുന്നാട്ടെ. അലർജിയാ? ഒന്ന് കൊണ്ടുപോകുന്നുണ്ടോ ഇയാള്? അപ്പൊ കമ്പിളി വേണ്ട അല്ലേ? ഹലോ ഹലോ ഹലോ. കട്ടായി പോയി. എന്താ കമ്പിളി പോപ്പ് വേണ്ടേ? എന്താ വില? ഹേയ്, കാശൊന്നും വേണ്ട, ഫ്രീയാ. ആഹാ, എന്നാ പിന്നെ മോനിത് മുഴുവൻ നിങ്ങളുടെ വെച്ചേക്ക്. മമ്മി, എന്താടി ഇപ്പൊ ഏതാ പുതിയ പടം? എന്തോ പുതിയത് സൈൻ ചെയ്യുമ്പോ അങ്ങോട്ട് അറിയിച്ചേക്കാം. മോൻ ചെല്ല്. അയ്യോടാ, പിന്നാരക്കാരൻ. ഹലോ. അയ്യോ, ഇതാര്? പ്രൊഡക്ഷൻ സാറോ? മലയാളം പ്രൊഡക്ഷൻ കമ്പനിന്നാണേ. ഹലോ, പറയൂ സർ. സാറിപ്പൊ ഞങ്ങളെയൊക്കെ മറന്നുപോയി. ഇപ്പൊ ഒരു വിളിയും ഇല്ല, പറച്ചിലും ഇല്ല. എന്തോ? ഞങ്ങളിപ്പോ മദ്രാസ് എയർപോർട്ടിൽ നമ്മളിപ്പോ ട്രെയിനിലല്ലോ ബോംബെയിലേക്ക് ഫ്ലൈറ്റ് പിടിക്കാനേ. എന്തോ? അയ്യോ, സോറി സർ, മോക്ക് ഡേറ്റ് ഇല്ല. തെലുങ്കില് 4 പടമുണ്ട്. അവിടെ അസിനെ മാറ്റി മോളെ കേറ്റി. കന്നഡയിൽ 6. അവിടെ നയൻതാര ഔട്ട്, മോള് ഇൻ. വിജയ് പടം, അജിത് പടം, വിക്രം പടം. തമിഴ് ഓഡിയൻസിന് എന്റെ മോളെ വല്ലാതെ അങ്ങ് പിടിച്ചുപോയി. ഐറ്റം ഡാൻസേ. ഹലോ ഹലോ. എന്റെ പൊന്ന് രാജമ്മേ, ഒന്ന് നിർത്തടി നിന്റെ ഈ നുണക്കച്ചേരി. ദേ മോളെ, നിന്റെ ഈ തള്ള തന്നെ നിന്നെ ഔട്ടാക്കും. നീ നോക്കിക്കോ. കിളവാ, വെറുതെ താൻ എന്നെ കൊണ്ട് വിധവാ പെൻഷൻ മേടിപ്പിക്കരുത്. ഹോ, എന്റെ കാവിലമ്മയെ വിളിച്ചോണ്ട് പോയി ആളെ. ഹലോ, വാട്ട് ഈസ് യുവർ നെയിം? നാദിയ മേത്ത. നാദിയ മൊയ്തു ആണോ? എന്റെ കാവിലമ്മയെ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇപ്പോഴും അതേ ഫേസ് കട്ട്, ഒരു മാറ്റവും ഇല്ല. സിനിമയിൽ കാണുന്ന പോലെ തന്നെ. 1000 കണ്ണുമായി കാത്തിരുന്നു. മമ്മി, ആ കുട്ടി നാദിയ മൊയ്തൊന്നും അല്ല, മലയാളിയല്ല. മോളെ, അവള് മലയാളി തന്നെ. അതല്ലയോ നിന്റെ അമ്മച്ചയുടെ പാട്ട് കേട്ടപ്പോ അവള് ജീവനം കൊണ്ട് ഓടിയേ. മിണ്ടായിരുന്നോണം. അമ്മേ, ഈ മാമ്പഴൊന്ന് കട്ട് ചെയ്തതാ. അയ്യോ മോളെ, കത്തി എടുത്തില്ല, മറന്നുപോയി. Happy birthday to you. Happy birthday to you. Happy birthday to you.
മിസ്റ്റർ ടിറ്റി, യു ആർ ദ ഓൺലി ചീഫ് ഗസ്റ്റ് ഓഫ് മൈ ബർത്ത്ഡേ പാർട്ടി. ഒരു ചീഫ് ഗസ്റ്റ് ഇല്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാ ചീറ്റി വന്നു കയറുന്നത്. താങ്ക് യു മുദേവി. മൂദേവിയല്ല, മാതങ്കി. പറഞ്ഞു വരുമ്പോ രണ്ടും ഒന്നി തന്നെ. ഈ ടിറ്റിയാണെന്ന് സന്തോഷമായി. ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ട്രെയിനിൽ വെച്ച് ഐശ്വര്യമായിട്ട് ഒരാളുടെ ബർത്ത്ഡേ കേക്ക് അറുത്ത് പങ്കിട്ടെടുക്കുന്നത്. ഇതുപോലെ തന്നെ മോളുടെ കല്യാണവും ഫസ്റ്റ് നൈറ്റും പ്രസവവും എല്ലാം ഈ ട്രെയിനിൽ വെച്ച് തന്നെ നടക്കണമേ എന്റെ കന്യാകുമാരി അമ്മച്ചി. വേണ്ട, നോക്ക്, കരുനാക്കാണ് എനിക്ക് പറഞ്ഞാ ഫലിക്കും. ഫലിക്കില്ല. ടിറ്റി അണ്ണന് കഴിക്കാൻ കിട്ടിയതിൽ സന്തോഷായി. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? കാപ്പി? അയ്യോ വേണ്ട. എന്നാ ചായ? അയ്യോ വേണ്ട. കോളയെങ്കിലും? അയ്യോ വേണ്ടേ വേണ്ട. എന്നാ 2 പെഗ് സോഡ എടുക്കട്ടെ? വേണ്ട. എടുത്തു വച്ചേക്ക്, അച്ചാറുമായിട്ട് വരാം. ബോറൻ. ദേ, എല്ലാരോടായിട്ട് ഞാൻ പറയാം, അയാളെങ്ങാനും ഇങ്ങോട്ട് തിരിച്ചു വന്നാ അയാളെ ഞാൻ കൊല്ലും. May I come in? Yes. എക്സ്ക്യൂസ് മീ, ഞാൻ തൊട്ടടുത്ത കൂപ്പയിലാണേ. ഈ മൽഗോവ മാമ്പഴം കഴിക്കുന്ന ശീലം ചെറുപ്പം തൊട്ടേ എനിക്കുള്ളതാണ്. മുറിക്കാനാ കത്തിയുണ്ടോ കടം തരാൻ? മാമ്പഴം സൂക്ഷിച്ച് മുറിക്കണേ, ഇല്ലെങ്കിൽ മുറിയും. ബ്ലീഡിങ് വന്നാ പിന്നെ അയ്യോ, അത് നാച്ചിയുടെ മോഹനല്ലേ? ഞാൻ ഇവരോട് ചീട്ട് കളിക്കാന്ന് ചോദിച്ചു. അങ്ങനെ തന്നെ ചോദിച്ചത്. അങ്ങനെ അതെ, അങ്ങനെ തന്നെ ചോദിച്ചത്. നിന്റെ അച്ഛനല്ലേ പറയുന്നത്? സാർ പ്ലീസ്, എന്റെ മകനോട് ക്ഷമിക്കണം. ഞങ്ങളുടെ ഏക മകനാ. എന്ത് ചെയ്യാം, ഇവൻ ഒരു മാനസിക രോഗിയാ. ദേഷ്യം വന്ന മാമ ഒന്നും പറയണ്ട. എന്നെ പോലെ മാന്യന്മാർ യാത്ര ചെയ്യണ ട്രെയിനിലല്ല, ഇതുപോലുള്ള മുഴുത്ത പ്രാന്തമാരെ കൊണ്ടുപോകല. വല്ല ആംബുലൻസിലും കൊണ്ടുപോകണം. മയക്കൂരൊന്നും കുത്തിവെച്ച്. സാർ പ്ലീസ്, കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. ഈ കോണം ഇങ്ങനെ കെട്ടിത്തൂക്കിട്ടോണ്ട് നടക്കണം പറഞ്ഞോണ്ട് നമ്മൾ മാന്യന്മാരല്ലവാ. നമ്മൾ വെറും തറയാണ്, കൂതറ. നോക്കണണ്ടില്ലേ? അല്ല, മാഷ് വിടരുത്. സാറ് ചെല്ലേ, ഇത് ഞാൻ നോക്കണം. വേണ്ടത് ഞാൻ ഫയൽ എടുക്കാൻ വന്നേണെന്ന് എന്നെ ശരിക്കും അറിഞ്ഞൂടാ. നിന്ന് അടി വാങ്ങിക്കണമെന്നാണ് ഞാൻ. ഹലോ, ഐ എം ഡോക്ടർ അജയ് ഘോഷ്. ആക്ച്വലി എന്താ ഇവിടെ സംഭവിച്ചത്? മോൾക്ക് വല്ല പ്രശ്നമുണ്ടോ? മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഗെറ്റ് ഔട്ട്. സാറിന് നാണയില്ലേ? കൂപ്പ മുഴുവൻ ചീട്ടും കൊണ്ട് തെണ്ടാൻ. എടാ തെണ്ടി, സ്പോർട്സ് കോട്ടയിൽ ജോലി കിട്ടിയവനാണ് ഞാൻ. അത് ചെസ് കളിക്കല്ലേ? ചെസ് കളി ഞാനങ്ങ് നിർത്തി, പകരം ചീട്ട് കളിയാക്കി. രണ്ടും ബുദ്ധി കൊണ്ടുള്ള കളിയാ. അപ്പൊ അതെ ഇങ്ങനെ ഇരിക്കും. കളിക്കാൻ കൂട്ടായല്ലോ, ഞാൻ ഇപ്പൊ വരാം. അയ്യോ, ശ്രേയ മറിയ, ഏജ് 22. സാറേ, ഈ കൂപ്പയിൽ ആ ചീട്ട് കശക്കണ്ട, അത് തുറുപ്പുകുലാന. അവള് തുറുപ്പുകുലാനാണെങ്കിലേ ഞാൻ മുച്ചീട്ട് രാജ കേട്ടോ. എന്തോ ആവട്ടെ, നമുക്ക് ഒരു റൗണ്ട് കളിക്കാം. തന്നെത്താനങ്ങ് കളിച്ചാ മതി. എടാ കമ്പിളി, ഒന്നിറങ്ങി വാടാ. ഈ സാറിനെ കൊണ്ട് വലിയ ശല്യായല്ലോ. ഒന്നിനു പോലും സമ്മതിക്കല്ലേ? ഒന്നിനായിരുന്ന കഥ കടച്ചിട്ടതില്ലേ? ഞാൻ കരുതി കുളിക്കായിരിക്കും. എന്തോ ഒരു ശബ്ദം. ശല്യം ചെയ്യണ്ട, ഞാൻ ഒറ്റയ്ക്ക് കളിച്ചോളാം. ഒരു ഉദവി ചെയ്യലാമാ. ബോട്ടിലാണെങ്കിൽ കാട്ട്പാടി എത്തണം. ബോട്ടിലല്ല, ഒരു ഫോൺ നമ്പർ വേണം. എഴുതിക്കോ, 9846168118 എന്റെ മൊബൈൽ നമ്പരാ. തന്റെ അല്ല, അവിടെ ഒരു നീലക്കിളി പാർന്നു കണ്ടോ, അതിന്റെയാ. എന്റെ കന്യാകുമാരി അമ്മച്ചി, പക്ഷികൾക്കും മൊബൈൽ ഫോണാ. എന്നാ ഒന്ന് കാട്ട്. ഇത് നമ്മുടെ കിളി. നമ്പരൊക്കെ ഞാൻ സംഘടിപ്പിക്കാം, പക്ഷെ എന്റെ കൂടെ ഇരുന്ന് വെളുക്ക ചീട്ട് കളിക്കാൻ പറ്റോ? ഉറപ്പ്. താങ്ക് യു. എന്നാ സാറിന്റെ നമ്പർ പറ. 94470. നിർത്തി പറയൂ, എന്നാലല്ലേ എഴുതി തെറ്റിക്കാൻ പറ്റൂ. 94470818881. ഓക്കേ. ടീച്ചറെ, ഈ രാത്രി അവൾക്ക് ഉറക്കം വരാതിരിക്കാൻ ഞാനൊരു കവിത ചൊല്ലി തരട്ടെ? അതും പാടിക്കൊണ്ട് അവൾ അവിടെ ഇരിക്കട്ടെ. യാ അല്ലാഹ്,
ഇനിയെങ്കിലും എന്നെ ശിക്ഷിക്കൂ. നിന്നിലുമധികം ഞാൻ അവനെ സ്നേഹിച്ചു പോയി. എനക്കൊരു ഉദവി ചെയ്യലാമാ? എന്തിനാ കരയുന്നത്? ഞാൻ കരഞ്ഞു. എന്താ വേണ്ട? വീട്ടിലെ ഭാര്യയ്ക്ക് എലിപ്പനിയും ചിക്കൻ കുനിയും ഒരുമിച്ച് കയറി വന്നു. വെരി റയർ കേസ് ഇൻ മെഡിക്കൽ സയൻസ്. അങ്ങനെയാണ് നാട്ടിലെ എല്ലാ ലാട വൈദ്യന്മാരും പറഞ്ഞത്. ഒരു കോള് വിളിക്കാഞ്ഞിട്ട് ഒരു മനസ്സമാധാനവും കിട്ടുന്നില്ല. താങ്ക് യു. ഒരു പെണ്ണിന്റെ മനസ്സ് കുട്ടിക്ക് മനസ്സിലാവും. അതിന് ഭാര്യയായിട്ട് സംസാരിച്ചില്ലല്ലോ. ഞാനത് ഇപ്പോഴാ ഓർത്തത്. അവള് ജന്മനാ നാക്കെടുക്കാത്ത ഊമയാണ്. മിണ്ടൂല. മിണ്ടിയാ തീർന്ന്. തങ്കച്ചി പാലക്കാട്ടേക്കല്ലേ? അതെ. എന്നാ കോയമ്പത്തൂർ ഇറങ്ങാം. കോയമ്പത്തൂര് ട്രാക്ക് മെയിന്റനൻസ് നടക്കുകയാണ്. ഈ ട്രെയിൻ 2.5 മണിക്കൂർ അവിടെ പിടിച്ചിടും. ട്രെയിൻ പഞ്ചറായ വിവരം അകത്താരോടും പറയണ്ട. എനിക്ക് ആ സമയം കൊണ്ട് 2 റൗണ്ട് ചീട്ട് കളിക്കാം. കൂടുന്നോ? എങ്ങനെ ഒപ്പിച്ചു ഈ നമ്പർ? അപ്പം തിന്നാൽ പോരെ. അടുപ്പ് ഏന്നറിയണോ മൈ ബായ്? തന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നാ പിന്നെ ചീട്ട് കളിക്കാം. അതൊക്കെ പിന്നെ ആവാം. ഗുഡ് നൈറ്റ്. വരണം. വന്നേ പറ്റൂ. എനിക്ക് കാണണം. എന്ത് പറ്റടേ ചക്കരെ? പറയടാ, എന്താ? ഹലോ. വെളുപ്പിന് 4 മണിക്ക് കോയമ്പത്തൂർ സ്റ്റേഷനിലെത്തിയ സൗപർണിക എക്സ്പ്രസിന് പിന്നീട് 6:30 മണിക്കാണ് സിഗ്നൽ കിട്ടിയത്. ട്രാക്ക് മെയിന്റനൻസ്. ആരാണ് സംഭവം ആദ്യം കണ്ടത്? സി കൂപ്പയിലെ ലേഡി ഡോക്ടറാണ് സാർ. മോനൊരു പെൺകുട്ടിയെ കുത്തി കൊല വിളിച്ചിരിക്കുന്നു. அப்புக்குட்டன் நாயர் ஸ்டேஷன் மாஸ்டர். மிஸ்டர் அப்புக்குட்டன் நாயர், இந்த கோச்சு இனிமே மதுக்கரை ஸ்டேஷன்ல எங்க கஸ்டடி தான் இருக்கும். புரிஞ்சதா சார்? ഡോറകത്തുനിന്ന് ലോക്കായിട്ടുണ്ട് സാർ. കോച്ചിലെ ടി ടി എങ്ക? ടി ടി അറ്റൻഡറെ പിടിച്ചു വെക്കാൻ സ്റ്റേഷൻ മാസ്റ്റർക്ക് അധികാരമില്ല സാർ.
കോച്ച് ഇളക്കി വെച്ച് ട്രെയിനിന് സിഗ്നൽ കൊടുത്തു. പാസഞ്ചറുടെ പേര് തുളസിമണി. ടിക്കറ്റ് ചെന്നൈ ടു മംഗലാപുരം. ഇത് തർക്കുളത്താ ആത്മഹത്യ. നാദിയ മേത്തർ, സീറ്റ് നമ്പർ 6. അതെ സാർ, അല്പം ജീവനുണ്ടായിരുന്നുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കുത്തിയവനെങ്കേ ഞാനാ കൊന്നത്, ഞാനാണ് കുത്തിക്കൊന്നത്. സി കൂപ്പയിലിരുന്നത് യാരെല്ലാം? 4 ഡോക്ടർമാരാണ്. മൊത്തമാ 4 പേരിരുന്നത്. മിച്ചം 3 പേര് എങ്ക പോച്ച്? ആ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അവരാണ് സർ. அப்படியா? இதுக்குள்ள என்ன விழா நடந்திருக்கா? பலூன் பிபி கிபி எல்லாம் ഒന്നമ്പലോ സാർ. സർ അത് ലാസ്റ്റ് നൈറ്റ്. ഷട്ട് അപ്പ്. ലാസ്റ്റ് നൈറ്റും ഫസ്റ്റ് നൈറ്റും വിഷയമല്ല. നേത്ത് നൈറ്റ് இந்த കൂപ്പയിൽ എന്ത് നടന്നു? அதுதான் என் क्वेश्चन. സാർ ഇത് മുന്തിരി വൈന. அப்ப இங்க நடந்தது வெளிய சொல்றதுக்கு வெக்கம் இருக்கு இல்லையா? நிஜமா சொல்லடி. നൈറ്റില് ബോധം ഉണ്ടായിരുന്നോ നാലിനും? മുന്തിരിക്കല്ല് സാപ്പിട്ട് ബോധം പോയപ്പോൾ അന്ത പെണ്ണോടെ കഴുത്ത് മുറിച്ച് ചോര സാപ്പിട്ട് നാലും ഇല്ലയാ? എന്നിട്ട് എൻകിட்ட പൊയ് നാടകം ആടുറിയാ? ഉന്നെ பார்த்தாலே தெரிய முடியும் நீ ஒரு யட்சியானது. ஒண்ணும்பரம். இந்த குட்டி டாக்டரை நம்ம வெயிட்டிங் ரூமில் உட்கார வைக்க. വാ തങ്കച്ചി. ஓடி போடி. அப்ப கூட நாயரு സാർ. நெக்ஸ்ட் கூப்பா ഡി കൂപ്പ. പാസഞ്ചേഴ്സ് 3. கல்பாத்தி சீதாராமன். ஆமா சார், எனக்கு ஒண்ணுமே தெரியாது சார். ஐ டோன்ட் நோ எனிதிங். அலெக்சாண்டர் பாலக்காடு டிக்கெட். அந்த ஆளெங்கே? ஐ டோன்ட் நோ. ட்ரெயின் இங்க நிக்கும் போது அந்த ஆளு கிடையாது. அயல் எங்க இறங்கி போனையோ நான் பார்க்கல. திருட்டு ராஸ்கல். தம்பி, நிஜமா உனக்கொன்னும் தெரியாதா? எனக்கு ஒண்ணுமே தெரியாது சார். இது யாரோட பேக்? அது வந்து மிஸ் சஹசா. இல்ல சஹஸ்ரா சார். ஏய் சீதாராமா, என்கிட்ட விளையாடாத. சகஸ்ர എന്ന പേരിൽ ഒരു പാസഞ്ചർ இந்த കോച്ചിൽ യാത്ര ചെയ്തിട്ടില്ല. സാർ ആമാ സാർ, എന്റെ അടുത്ത് പറഞ്ഞല്ലേ അവ പേര് സഹസ്ര, അസ്ട്രോളജി സ്റ്റുഡന്റ്. സാർ ശ്രേയ മരിയ, കണ്ണൂർ ടിക്കറ്റാ. ഈ കൂപ്പയിലാണ് അവരുടെ സീറ്റ്. അവര് മിസ്സിംഗ് ആണ് സാർ. മിസ്റ്റർ കൽപാത്തി, ഓങ്കൂടെ നേത്ത് നൈറ്റ് യാത്ര ചെയ്തിരുന്ന 2 പാസഞ്ചേഴ്സ് മിസ്സിംഗ്. എനിക്കൊന്നുമേ தெரியாது சார். தெரியுமேடா, உனக்கு எல்லாம் தெரியும். திருக்கவிஞர் கல்பாத்தி. பாப்போ